ഈ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ BJP ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ ആന്ധ്ര, തെലങ്കാന, കർണാടകയിൽ നേരത്തെ തന്നെ അവർ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ കുറച്ച് പുറകോട്ട് പോയി എങ്കിലും അത്യാവശ്യം സീറ്റുകൾ അവിടെ നേടിയിട്ടുണ്ട്. കേരളത്തിലൊരു സീറ്റ് ജയിക്കുന്നു. അപ്പോൾ തമിഴ്നാട് മാത്രമാണ് ഒരുപക്ഷെ അവർക്ക് കാലുകുത്താൻ ഇനിയും കഴിയാത്ത, അല്ലെങ്കിൽ നേരത്തെ സഖ്യ കക്ഷികളുടെ കൂടെ വന്നിട്ട് അവർ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഇതേവരെ ജയിച്ചിട്ടില്ല, ഇപ്പോഴും ജയിച്ചിട്ടില്ല. പക്ഷേ ദക്ഷിണേന്ത്യയിൽ അവരുടെ ഒരു പ്രസൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടാക്ടിക്കൽ ഡിസിഷൻ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുകയാണ്. അതായത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നിലനിർത്തുമ്പോൾ ഉത്തരേന്ത്യയിൽ ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു പ്രതിനിധി അവിടെ ഉണ്ടായിരിക്കുകയും ദക്ഷിണേന്ത്യ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാലും ആ ഒരു ഫാമിലിയുടെ പ്രസൻസ് ഇവിടെ നിലനിർത്തുന്ന വഴി ഈ പറയുന്ന ഒരു BJP സർജിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വേവിനെ തടയാൻ ഇവിടെ ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുക, അങ്ങനത്തെ ഒരു ടാക്ടിക്കൽ തീരുമാനം കൂടെ ഉണ്ടാവും ഇത്. തീർച്ചയായും ഉണ്ടാകും. കാരണം ദക്ഷിണേന്ത്യ ഇപ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായി BJPയുടെ കടന്നുവരവിനെ തളർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല കാരണങ്ങളാണുള്ളത്. അത് തമിഴ്നാട്ടിലുള്ള കാരണമല്ല, കേരളത്തിൽ അങ്ങനെ ഓരോ കാരണങ്ങളും, വ്യത്യസ്ത കാരണങ്ങളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രതിനിധി കോൺഗ്രസിനെ സംബന്ധിച്ചോളം ലീഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഇത് വയനാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം. ഇതിൻ്റെ ഊർജം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പ്രസരിപ്പിക്കും. തീർച്ചയായും കർണാടകത്തിലുണ്ടാവാം, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാനില്ല എങ്കിൽ കൂടിയും ഈ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാന്നിധ്യം ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലോ ഉണ്ടാവുക എന്ന് തന്നെയാണ്. കാരണം അതിലൂടെ മാത്രമേ ദീർഘകാലത്തേക്കുള്ള ആ സംഘപരിവാറിൻ്റെ അജണ്ടകളെ വെക്കുവാനുള്ള ഒരു ഗ്യാരണ്ടി എന്ന രീതിയിൽ അവർക്ക് ഉയർത്തിക്കാട്ടാനുള്ളത്. കോൺഗ്രസ്സിന് സൗത്ത് ഇന്ത്യയിൽ അത്ര വലിയ നേതാക്കന്മാരില്ല എന്നുള്ളതാണ്. പണ്ട് കാമരാജ് ഉണ്ടായിരുന്നത് പോലെ അങ്ങനെ ഒരു നേതാവ്, കോൺഗ്രസിൻ്റേതായിട്ടുള്ള നേതാവ് ഇല്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വിടവ് പ്രിയങ്കയുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാവാം. അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. എങ്കിലും അത്ര ഒരു നല്ല ഒരു പദ്ധതിയായിട്ടാണ് തോന്നുന്നത്. ഇത് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ രാഹുൽ ഗാന്ധി 2004 ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് വന്നതിന് ശേഷം വളരെ കാലമെടുത്തിട്ടാണ് ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയ്ക്കോ ഒരു ലീഡർ എന്നുള്ള നിലയ്ക്കോ രാഹുൽ എമർജ് ചെയ്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പക്ഷേ പ്രിയങ്കയെ സംബന്ധിച്ച് പ്രിയങ്ക പാർലമെൻ്ററി പൊളിറ്റിക്സിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അവരൊരു ലീഡർ എന്നുള്ള നിലയ്ക്ക് എമർജ് ചെയ്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ വലിയ വിജയമൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിൽ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവരുടെ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. ഇത്തവണ UPയിൽ റായ്ബറേലിയിലും അമേഠിയിലും ഒക്കെ അവർ വലിയ തോതിൽ പ്രചരണം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ അവർ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള മറുപടികൾ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇടപെടലുകൾ നമ്മൾ കാണുന്നു. അപ്പോൾ ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ രാഹുലിനേക്കാൾ എളുപ്പത്തിൽ പീപ്പിൾ കണക്ട് കൊണ്ട് അവരുടെ ഒരു പ്രസൻസ് തെളിയിച്ച ഒരാളുമാണ്. ആ നിലയ്ക്ക് ഒരുപക്ഷെ ഈ പ്രിയങ്കയുടെ സാന്നിധ്യം ഈ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെ കോൺഗ്രസിനും കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിനും കൂടെ വലിയ ഗുണം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണ് കോൺഗ്രസ് ഇപ്പോൾ പൊസിഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം സിദ്ദിഖ് പറഞ്ഞൊരു കാര്യം, രണ്ടാം ഇന്ദിര ആണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ദിരാഗാന്ധിയുമായുള്ള രൂപസാദൃശ്യം, അവരുടെ കമാൻഡിങ് പവർ എന്ന് പറയുന്നത്, ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പെട്ടെന്ന് എടുക്കാനുള്ള ഒരു കഴിവ്, അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ രണ്ടാം ഇന്ദിര എന്ന ഇമേജ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകൾ. ഇനി വരും ദിവസങ്ങൾ അത് എങ്ങനെയാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും സിദ്ദീഖിൻ്റെ വാക്കുകളിൽ പ്രകടമായത് അതാണ്. ആ ഒരു രീതിയിൽ ജനങ്ങളുമായിട്ടുള്ള അടുപ്പം, അവർ നല്ലൊരു ക്യാമ്പയിനറാണ്. അത് കഴിഞ്ഞ പ്രാവശ്യവും വയനാട്ടിൽ വന്നപ്പോഴും നമ്മൾക്ക് ഈ ക്യാമ്പയിൻ ശ്രദ്ധിച്ച ആൾക്കാർക്കറിയാം, വളരെ എളുപ്പത്തിൽ ഈ ജനങ്ങളുമായിട്ട് ഇടപഴകുക. കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ട്, ഒരു പത്രപ്രവർത്തന ഷൂ അഴിഞ്ഞു വീണപ്പോൾ അതെടുത്ത് കൊണ്ട് നടക്കുന്നത്. അത് വളരെ സില്ലി ആയിട്ടുള്ള കാര്യമായി തോന്നുകയാണെങ്കിലും വളരെ എളുപ്പത്തിൽ അത് ജനങ്ങളുമായിട്ട് ഇടപഴകാനും ഒരു ഇൻഫോർമാലിറ്റി എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന മറ്റ് നേതാക്കന്മാർക്കുള്ള ഒരു ജനങ്ങളിൽ നിന്നൊരു ദൂരമുണ്ടല്ലോ, അത് ഇല്ലാതെ എന്താ ഒരു പ്രതീതിയെങ്കിലും ജനിപ്പിക്കാൻ
പ്രിയങ്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു മെറ്റീരിയൽ മാത്രമല്ല, പാർലമെൻ്ററി രാഷ്ട്രീയത്തിലും അതായത് ഡേ ടു ഡേ പൊളിറ്റിക്സ് വരെ ഇടപെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന അവരുടെ ഒരു കാലിബർ അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം കോൺഗ്രസ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്.